ഡിയർ വ്യൂവേഴ്സ്, CP01 37ാമത്തെ ദിവസം. ഇന്ന് ഡേറ്റ് 12/9/2025 3:09 PM. നിലവിൽ അത്ര നല്ല രീതിയിലല്ല CP01 ചില കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്. ഈ ലീഫ് ടിപ്സ് കണ്ടോ, ലീഫ് ടിപ്സിൽ ഇതുപോലെ കേളിങ്ങും ചുരുളാൻ തുടങ്ങിയിട്ടുണ്ട്. ലീഫ് ടിപ്സുകളൊക്കെ ഇതുപോലെ ചുരുളാനും വാടാനും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനത് പെർപ്ലക്സിറ്റി AI ചോദിച്ചപ്പോൾ പുള്ളി പറയുന്നത് ഡെഫിഷ്യൻസീസ് കാരണം വരാം. സോഡിയം ഡെഫിഷ്യൻസി, പൊട്ടാഷ്യം ഡെഫിഷ്യൻസി, നൈട്രജൻ ഡെഫിഷ്യൻസി, ഇതിൻ്റെയൊക്കെ കുറവ് കാരണം വരാം. ഇല്ല എങ്കിൽ ഒരുപാട് വെള്ളം കൂടിയാലോ, അതായത് മണ്ണിൽ ഇത് കിടക്കുന്ന മണ്ണിൽ ഒരുപാട് വെള്ളം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ സാന്നിധ്യം കുറയുകയാണെങ്കിലോ ഇങ്ങനെ സംഭവിക്കാമെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ചില ലവണാംശം സോൾട്ടിൻ്റെ അളവ് കൂടുകയാണെങ്കിലും ഇങ്ങനെ സംഭവിക്കാം. ഞാൻ നിലവിൽ ഇതിന് കൃത്യമായ രീതിയിൽ വെള്ളത്തിൻ്റെ അളവ് ഇതിൽ മെയിൻറ്റെയിൻ ചെയ്താണ് മുമ്പോട്ട് പോകുന്നത്. വേറൊരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിന് ഓട്ട ഇട്ടിട്ടില്ല. ഇതിൻ്റെ അടിയിലെ വെള്ളം പോകാൻ വേണ്ടി ഓട്ട ഇട്ടിട്ടില്ല. അതുകൊണ്ട് അല്പം വെള്ളം മാത്രമേ ഇതിന് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇനി മുമ്പോട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്ന് ഇനി നോക്കണം. പക്ഷേ ഇതിൻ്റെ ഇടയിലും നമ്മൾ എടുത്തു പറയേണ്ട ഏറ്റവും വലിയ പോസിറ്റീവ് കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ 7ാമത്തെ ഇല ഉണ്ടല്ലോ, ഇതാണ് 7ാമത്തെ ഇല, സെവൻത്ത് ലീഫ് കാണാൻ പറ്റുന്നുണ്ടോ? ഇതാണ് 7ാമത്തെ ഇല. സൂം ചെയ്യാം. ഇപ്പോൾ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. 7ാമത്തെ ഇല നല്ല രീതിയിൽ പിടിച്ചു വരുന്നുണ്ട്. ഇത് സ്ട്രോങ് ആയിട്ട് മുമ്പോട്ട് വരുന്നുണ്ട്. പിന്നെ ഇതെന്താണെന്ന് ചോദിക്കുന്നവരോട്, ഇത് അല്പം ചിക്കൻ കഴിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ചിക്കൻ്റെ എല്ലുണ്ടല്ലോ, ചിക്കൻ്റെ എല്ല് നല്ല രീതിയിൽ അങ്ങ് പൊടിച്ചു. ഇതിലിടാൻ വേണ്ടി നല്ല രീതിയിൽ പൊടിച്ചിട്ട് കടിച്ച കേട്ടോ, പൊടിച്ചത് ഞാൻ തന്നെ പൊടിച്ചു. നല്ല രീതിയിൽ ചവച്ച് പൊടിച്ചു. എന്നിട്ട് നല്ല രീതിയിൽ കഴുകിയെടുത്തു. അപ്പോൾ ഒരു നാച്ചുറൽ വളമാകട്ടെന്ന് കരുതി എൻ്റെ CP01 ന്യൂട്രീഷൻ കിട്ടാൻ ഞാൻ ഏതറ്റം വരെയും പോകും. ഐ വിൽ ബ്രേക്ക് ഈവൻ all the conventional concepts of nutrition, plant nutrition for my CP01. മണിച്ചിത്രത്താഴിൽ നമ്മുടെ സണ്ണി പറഞ്ഞതുപോലെ. അപ്പോൾ see you soon.